ഐക്യവുമായി മുന്നോട്ട് പോകുന്നില്ല, തീരുമാനവുമായി മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾ ഇതെല്ലാം അങ്ങനെ തുറന്ന് പറയാനായിട്ടിരിക്കുകയില്ല. സമദൂരത്തിനെതിരാണ് ഈ ഐക്യമെന്ന് തോന്നിയത്. അത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. സമദൂരം എന്നുള്ള ഒരു കാര്യം നടക്കില്ല. രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് സംശയിക്കുമ്പോൾ സമദൂരത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം തോന്നുകയില്ല, അത് നടപ്പാകുമോ. അത് തന്നെ ഈ കാലത്തിൻ്റെ ആവശ്യമാണ് ഐക്യമെന്ന് താങ്കൾ അന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതല്ലോ. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത് എന്നുള്ളത്? അത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ യോജിപ്പിൻ്റെ പിന്നിൽ അത് ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. അല്ല, അത് തന്നെ ഒരു കാര്യം. അത് തന്നെ ഒരു കാര്യം. അത് തുഷാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. വിട്ടില്ല. വരാനായിട്ട് അനുവാദം ചോദിച്ചു, പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു. ഉണ്ട്, ഞാൻ നേരിട്ട് അറിയിച്ചു. അതിനു മുമ്പ് തന്നെ. അതെ, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കാര്യം എനിക്ക് ഈ വിഷയത്തിൽ കുറെ കൂടെ ചിന്തിച്ച് പെട്ടെന്ന് ഡയറക്ടർ ബോർഡ് അവർ വരുന്നത് കാക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതാണ് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഇപ്പോൾ ഏതായാലും അത് അങ്ങനെ തന്നെയാണ്. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇതിൽ കടുത്ത എതിർപ്പ് അറിയിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞു. നിങ്ങൾ ഞാൻ തന്ന കടലാസിനടിയിലൊന്ന് നോക്കി ആരാ ഒപ്പിട്ടിരിക്കുന്നത്. ഞാനാണ് ഈ വിഷയം അതായത് ആദ്യം ഉണ്ടായ സംഭവവും അതിനുശേഷം ഉണ്ടായ കാര്യവും ഡയറക്ടർ ബോർഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഞാനാണ്. സജസ്റ്റ് ചെയ്തത് ഞാനാണ്. ഇത് തന്നെ ഇനി മുന്നോട്ട് പോകണ്ടെന്നുള്ളത് ഭിന്നാഭിപ്രായം ഒന്നുമില്ല. ഒരു മനുഷ്യരും ഭിന്നാഭിപ്രായം. ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമാണോ അതോ മറ്റാരെങ്കിലും ആണോ? അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് വെറുതെ എന്തിനാ പൊല്ലാപ്പിന് പോകുന്നു? അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ആയാലും ഒറ്റയ്ക്ക് പോകുന്നതിനുള്ള എല്ലാ ഇതും NSSനുണ്ട്. അതുകൊണ്ട് ഐക്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അതിനൊപ്പം പോകേണ്ടി വരും എന്നൊരു ചിന്ത കൂടി ഉണ്ടോ? അല്ല, ഞങ്ങൾ പോകത്തില്ലല്ലോ. പിന്നെ തന്നെ അല്ലല്ല, അതിൻ്റെ അല്ലെന്നേ. ഞങ്ങൾ വളരെ ശുദ്ധമായിട്ട് തന്നെ ആലോചിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സമുദായത്തിനും എൻ്റെ പ്രസ്ഥാനത്തിനും വേണ്ടിയാണ്. അവർ സംസാരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് എനിക്കറിഞ്ഞുകൂടാ. റിലീസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മുൻപ് പലതവണ ഐക്യത്തിലേക്ക് പെടുകയും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഐക്യമില്ലാതായി പോയി ചെയ്തു. അപ്പോൾ വീണ്ടും അത്തരമൊരു സാഹചര്യം തന്നെ ഉണ്ടാകും എന്നൊരു നിരീക്ഷണം ആ റിലീസിനകത്തുണ്ടായിരുന്നു. അതല്ല, ഇത് കാരണം ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് ഞങ്ങളുണ്ടാക്കിയ കാരണമല്ല, അവർ തന്നെ ഉണ്ടാക്കിയ കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു അച്ഛനാകട്ടെ മകനാകട്ടെ ആരുമാണ് ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം അതായത് നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ തന്നെ അർത്ഥം ആർക്ക് വേണ്ടി അത് ശരിയില്ല. സാർ, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ SNDP ഒപ്പം ഉണ്ടോ ഈ രാഷ്ട്രീയ? ഞാനതൊന്നും ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് ഞങ്ങളും ഇത് കണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകളാണ്. ഞങ്ങൾക്കൊരബദ്ധം വരാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ഗാർഡഡാണ്. ഈ ഐക്യം എന്ന ആശയം തന്നെ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് കരുതുന്നു. അത് ഇപ്പം അങ്ങനെ തോന്നുന്നു, അത്രേ ഉള്ളൂ. സാർ, ഈ സർക്കാരിനോടുള്ള നിലപാടിലും ശബരിമല വിഷയത്തിലും അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഇത് ഈ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാം സമദൂരത്തിൻ്റെ അടിസ്ഥാനമാണ്. സർക്കാരിൻ്റെ കാര്യത്തിലായാലും പാർട്ടിയുടെ കാര്യത്തിലായാലും എല്ലാം സമുദായങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളെല്ലാവരോടും
നല്ല ഇത് സൗഹൃദം വെച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നല്ല കാര്യം, അദ്ദേഹത്തിന് അങ്ങനെ കൊടുത്തെങ്കിൽ നല്ല കാര്യം. ചില അടിസ്ഥാന മൂല്യങ്ങൾ ബലികഴിപ്പിക്കാതുള്ള ഐക്യമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് സാർ തന്നെ പറഞ്ഞു ലീഗാണ് നേരത്തെ ഭിന്നത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ SDP അതിനെ അകറ്റിയത്. സംഭരണ കാര്യത്തിലല്ലേ പറഞ്ഞു. അന്ന് സംഭരണ കാര്യത്തിൽ അതെല്ലാം പോയല്ലോ. സംഭരണത്തിനൊരു തീരുമാനം ഉണ്ടായില്ലേ. സൗഹൃദം തുടരും, എല്ലാവരുമായിട്ടും ഒരുപോലെ സൗഹൃദം തുടരും. എല്ലാ സമുദായ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും എല്ലാം ചെയ്യും. പ്രതിപക്ഷ നേതാവിനെതിരെ ആയിരുന്നല്ലോ ചില കാര്യങ്ങളിൽ ഒരു ഐക്യം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അതെന്താ പറയുന്നത്? ഞാൻ പറഞ്ഞതെന്താ, അദ്ദേഹം എത്രയും പ്രായമുള്ള ഒരാളിനെ, ഒരു സമുദായ നേതാവിനെ ആവശ്യമില്ലാത്ത ഭാഷയിൽ ആരും വ്യാഖ്യാനിക്കുന്നത് ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി മറ്റേ VD സതീശനാണ് ആണെന്ന് ഞാനതിൽ പറഞ്ഞു. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇതല്ല, എഴുതി തന്നതിനകത്തുകൊണ്ട് എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ കറക്ഷൻ കൊടുത്തതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞങ്ങൾ SNDP NSSുമായി ആലോചിക്കുന്നിടത്ത് മറുഭാഗത്ത് ഈ VD സതീശനെ കൊണ്ടുവരേണ്ട കാര്യം തന്നെ അയാളെ അങ്ങനെ വലുതാക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞതാണ്. ഈ ഐക്യ പ്രഖ്യാപന നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിനെതിരെ CPMന്റെ ഒരു നീക്കം എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ ഒരു ബോധ്യവും ഞാൻ അതിലൊന്നും ഇടപെടുകയില്ല. ഞാൻ അതിനകത്തൊന്നും പറയത്തില്ല. രാഷ്ട്രീയക്കാര്യം ഒന്നും ഞാൻ പറയത്തില്ല. സംസ്ഥാന സർക്കാരിനോട് ശബരിമല വിഷയത്തിലും അതേ നിലപാട് തന്നെ തുടരും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ പഴുതീരും. ഇത് അതൊരു രൂപത്തിൽ വന്നില്ലല്ലോ. അത് വരുമ്പോഴേ അങ്ങ് ചീറ്റിപ്പോയില്ലേ. ഇത് അടഞ്ഞ അധ്യായമാണ്, അത് സംശയമില്ല. ഒന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട്, അംഗങ്ങൾ. അവരുടെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അവരുടെ സംഘടനയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കണ്ടിട്ടാണ് അതിങ്ങനെ പറയാം. SNDP ഒരു ഐക്യം എന്ന ആശയമായിട്ട് മുന്നോട്ട് വന്നതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢാലോചന അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? എല്ലാം അറിഞ്ഞുകൂടാ, ഞങ്ങൾക്കറിവില്ല. മകനെ വിട്ടതിലാണ് ഏതാ അതല്ല, മറ്റൊരു രാഷ്ട്രീയമായിട്ട് സംസാരിക്കാത്ത ഒരാളടുത്ത് ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യും? അത് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞു വിടുക, അതാണോ? അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കാരണം ഐക്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതിനുശേഷം വരാതിരുന്ന അന്ന് ഉടനെ തന്നെ അറിയിച്ചിരുന്നു. അല്ല, അത് അവർ വരുന്നുമില്ലല്ലോ, ഇപ്പോഴും തീരുമാനം എടുത്ത് വന്നില്ലല്ലോ. അപ്പം ഇത് ഒരു എന്തോ ഒക്കെ ഒരു ഇത് അതിൻ്റെ പിന്നിലുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം നേരിട്ട് വന്നിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതെ, അല്ല, അത് അന്നേരം പറയാമായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ട്, അന്നും പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഇപ്പോൾ വെള്ളാപ്പള്ളി നേരിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചു, അതൊന്നുമില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം നോക്കി പറയും. ആരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ആൾ വരുന്നതാണ് ഈ ഒരു, അതല്ല, ഒരു സമുദായത്തിൻ്റെ ഏത് സമുദായങ്ങൾ തമ്മിൽ ഐക്യം ഉദ്ദേശിക്കുന്നു ആ സമുദായത്തിൻ്റെ. ഞങ്ങളല്ലല്ലോ ആവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടച്ചനല്ലേ. അപ്പോൾ അതേ അല്ലേ ബോർഡ് തീരുമാനം എടുത്തേച്ച് ഇതൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ തീരുമാനമുണ്ട്. ഇതൊരു രൂപരേഖ ഉണ്ടാക്കണ്ടേ, അല്ലാതെ ചുമ്മാ ഞങ്ങളവിടെ തീരുമാനിച്ചു ഇവിടെ തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും അതിനൊരു രൂപരേഖ വേണ്ടേ? അതൊന്നും ഇല്ലാതെ തന്നെ അങ്ങ് ബാക്കി എല്ലാം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ ഐക്യത്തിലൊന്നും ആയില്ല. അതിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴേ തന്നെ അതൊരു വേറൊരു രാഷ്ട്രീയക്കാരനെയാണ് അതിനെ ചർച്ചയ്ക്ക് വിടുന്നത്. ഇപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യം എന്തോന്നാന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. രണ്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായതല്ലാതെ ഒരു തരത്തിലേക്കുള്ള ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായില്ല എന്നാണ് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഐക്യം സംബന്ധിച്ച്. അല്ല, ഉണ്ടായില്ല എന്നുള്ളതല്ല, അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വരും. പിന്നെ നടന്നില്ല. അത് തന്നെ. ആര് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഹൈന്ദവനും ഒന്നിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയണം.
പറയേണ്ടി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരി.